അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ എന്താ നൈറ്റിലേക്ക്? ഞങ്ങളിവിടെ എഗ് റൈസാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഓൾറെഡി ഞാൻ 2 റൈസ് അരി എടുത്തിട്ട് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി നന്നായിട്ട് വഴറ്റി അതിനകത്തിലോട്ട് ഒരു ഉള്ളി സവാള ചെറുതായിട്ട് അരിഞ്ഞ് അത് വഴറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇച്ചിരി ബീൻസും ക്യാരറ്റും ഒക്കെ ഉണ്ട്. കാരണം രാവിലെ ഉപ്പുമാവിന് വേണ്ടി അരിഞ്ഞതിൻ്റെ ബാക്കിയായി. ഇതും കൂടി ഇട്ട് കൊടുക്കുക, വേസ്റ്റ് ആക്കുന്ന എന്തിനല്ലേ. അപ്പോൾ ഇതുകൂടെ കുറച്ചിട്ട് കൊടുത്തിട്ട് അതുകൂടെ നന്നായിട്ട് ഞാൻ വഴറ്റി എടുക്കട്ടെ. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഒരു 4 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിക്കട്ടെ കേട്ടോ. 4 മുട്ടയാണ് കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. നമുക്ക് ഇതിനകത്തിലെ മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്, ഗരം മസാല, അല്പം മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ചോറെടുത്ത് ഇതിനകത്തോട്ട് ഇടുമ്പോൾ ഇത് ഇവിടുത്തെ സോണ മസൂരി റൈസ് കേട്ടോ. 1 ഗ്ലാസ് വെള്ളത്തിന് 2 ഗ്ലാസ് അല്ല 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്താണ്. അപ്പോൾ 2 ഗ്ലാസ് അരി ഇട്ടിട്ടുണ്ട്. ഇത്രയും വേണ്ട, നമുക്ക് ആവശ്യത്തിന് ചോറിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇടുകയാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ എഗ് റൈസ് റെഡി ആയിട്ടുണ്ട്. അതിനകത്ത് ഞാൻ കുറച്ച് മല്ലിയിലയും അതുപോലെ കുറച്ച് ഒനിയനും ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ എഗ് റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാട്ടിക്കൂട്ടിയുള്ള ഒരു എഗ് റൈസ് ആണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. നമ്മൾ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കും. അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ ഈ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫുഡൊക്കെ വയ്ക്കുന്ന കാര്യത്തിൽ ഭയങ്കര ടെൻഷനാണ്. അപ്പം ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി വയ്ക്കും. അപ്പം ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ ബൈ.